എമ്പുരാൻ ഇന്നലെ ഡബ് ചെയ്തിരുന്നു. കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്താ ജംഗിൾ പൊളിയാ പൊളിച്ചിരിക്കുന്നത്. ജംഗിൾ പൊളി പുതിയ പൊളിയാണ്, പുതിയ വാക്കാണല്ലോ ജംഗിൾ പൊളി. വ്യത്യസ്തതയുടെ അന്വേഷണത്തിലാണ് സുരാജ് വെഞ്ഞാറമൂട് എന്നാണ് കൂടുതൽ നമ്മൾ കേട്ടേക്കുന്നത് ഇൻഡസ്ട്രിയിൽ. അയ്യോ അങ്ങനെയൊന്നും അല്ലടാ, എന്നും ഈ പണിക്ക് പോകരുതെന്നേ. നീ ഒരു 2 ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിൽ എങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് നീ ഒന്നിരുന്ന് നോക്കിയേ. ഭയങ്കര പൊളി മൂടാണ്, പൊളി വൈബുമാണ്. അതെ, വെറുതെ ജീവിതത്തിൽ കൂടെ ക്ലീൻ ഷേവ് ചെയ്ത് നടക്കാൻ ഉള്ള കോൺഫിഡൻസ് കിട്ടിയ പൃഥ്വി അത് മനുഷ്യനൊന്നും അല്ലാന്നേ, റോബോട്ടാണ്, റോബോട്ട് സെറ്റിങ്സാ. അല്ലാതെ എന്താ പറയാ, മമ്മൂക്കയെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എല്ലാ സ്റ്റാർസിന്റെ ഉത്തരവാദിത്തം തലയിലാണല്ലോ ഉറപ്പായിട്ടും. നാടിൻ നന്മകളെ പൊന്മകളെ മുത്തയ്യപ്പന്നെ മിന്നും സൂര്യനും. ഇത് പാട്ടാടേ, നിന്നെ പൂട്ടും കേട്ടോ. തമിഴ് പടം ചെയ്തല്ലോ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു? കുറച്ച് സിനിമകൾ ഇട്ട് കണ്ട് ആ സ്ലാങ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ തമിഴ് സീരീസ് ഉണ്ടല്ലോ, വെബ് സീരീസ് ഉണ്ട്, പിന്നെ സീരിയൽസ് ഉണ്ട്, അതൊക്കെ ഇരുന്ന് കാണും സന്ധ്യയാകുമ്പോ. സുരാജ് വെഞ്ഞാറമൂട് എക്സ്ട്രാ ഡീസന്റ് ആണ്. എന്തോ എങ്ങനെ റാപ്പ് സോങ് പാടിക്കുന്നത് തിരുമാലിയാണ്. തിരുമാലി വരികളൊക്കെ പഠിച്ചിട്ടാണോ? അതൊന്നും പഠിക്കാന്നില്ല. ഓക്കെ, ഒരു എക്സ്ട്രാ ഡീസന്റ് മനുഷ്യനാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്ന ഒരു എക്സ്ട്രാ ഡീസന്റ് ആക്ടറാണ് ആക്ടർ സുരാജ് വെഞ്ഞാറമൂട്. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു റാഫി. With RJ Rafi. ഒരു എക്സ്ട്രാ ഡീസന്റ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം ഒരു മനുഷ്യന്? അതെനിക്കറിയില്ല. അങ്ങനെ ഒരു എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ഓക്കെ, പിന്നെ ഓരോരുത്തർക്കും എന്താ അപ്പ് കാണും, ഡൗണും കാണും. അപ്പോൾ ഡൗൺ ആവുന്ന സമയത്തുള്ള ഏറ്റവും വലിയ വൃത്തികെട്ട അവസ്ഥയാണ് ഈ സൈക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സൈക്കോ സുരാജ് വെഞ്ഞാറമൂട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുമോ പടത്തിൽ? ശരിക്കും സൈക്കോ അല്ല, അത് വളരെ, ഞാൻ പറഞ്ഞില്ലേ, ഈ സാഹചര്യങ്ങളാണല്ലോ മനുഷ്യന്റെ മാനസികതല മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇയാൾ സൈക്കോ ആണോ എന്ന് തോന്നിയേക്കാം. ഓക്കെ, ED നമുക്കറിയാവുന്നത് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് എക്സ്ട്രാ ഡീസന്റ്, ആ പേര് ഭയങ്കര രസമായി. അതെ, ലിസ്റ്റിന് ശരിക്കും 2 പേരായിരുന്നു ഉള്ളത്, സന്തോഷ വാർത്തയും അതുപോലെ തന്നെ ED, എക്സ്ട്രാ ഡീസന്റ് എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നല്ലോ നമ്മളെ ലിസ്റ്റിൻ സീഫിന്റെ അവിടെ ED ഒക്കെ കയറുന്നത്. അതെ, അപ്പൊ അതിനെ ബേസ് ചെയ്ത് പടമാണെന്ന് എല്ലാവരും പുള്ളിക്കാരൻ അത് പറഞ്ഞു ഇതാ ബെസ്റ്റ് എന്ന്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ED അത് വെച്ചു. പക്ഷെ എക്സ്ട്രാ ഡീസന്റ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെ, ഭയങ്കര രസമുണ്ട് പോസ്റ്ററൊക്കെ. അപ്പോൾ ഈ ക്ലീൻ ഷേവ് ചെയ്യാൻ, പോസ്റ്ററിൽ ക്ലീൻ ഷേവ് ലുക്കാണ് അല്ലേ? അപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യാൻ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, ആദ്യം മടി ഉണ്ടായിരുന്നു കേട്ട്. ശരിയാണ്. കാര്യം എനിക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ. അപ്പോൾ ഈ നേരത്തെയൊക്കെ ഞാൻ ഈ ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളല്ലല്ലോ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരല്ലേ പറയണത്, എടോ ഇത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇത് മോശമാണെന്ന്. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ക്ലീൻ ഷേവ് ചെയ്യരുത് കേട്ടോ, മഹാ ബോറാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അടിപൊളിയായിരുന്നു. മറ്റതെല്ലാം ഹ്യൂമർ കഥാപാത്രമായിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ മുഴുനീളം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അണ്ണൻ തമ്പിയിലൊക്കെ മീശ എടുത്തിട്ടായിരുന്നു, അപ്പോൾ വേറൊരു ലുക്കായിരുന്നു. ഇനി അതുപോലെയൊക്കെ വരും. പക്ഷെ അതല്ല, അതിൻ്റെ റോണക്സ് ആണ് അതിന് ഫുൾ ക്രെഡിറ്റും. ആ ഗെറ്റപ്പ് അങ്ങനെ നേരത്തെ തന്നെ ഡയറക്ടർ ഇതൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേണമെന്ന്. അപ്പോൾ ഞാനും അയ്യോ അത് വേണോ ഒരു ഡൗട്ട് അടിച്ചു. പക്ഷെ റോണക്സ് വന്ന് ബാക്കി എല്ലാം കഴിഞ്ഞ് ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് തന്നെ ഒരു രസം തോന്നി. കൊള്ളാം, പരിപാടി അടിപൊളിയാണ്. അപ്പോൾ ഇനി ക്ലീൻ ഷേവിൽ വെറുതെ ജീവിതത്തിൽ കൂടെ ക്ലീൻ ഷേവ് ചെയ്ത് നടക്കാൻ ഉള്ള കോൺഫിഡൻസ് കിട്ടിയ? ഇല്ല. ഓക്കെ, ഈ ED എന്താണ് ശരിക്കും? എല്ലാ മനുഷ്യരിലും അല്പ സൈക്കത്തരമുണ്ട്. പക്ഷെ അത് ഡിപ്പെൻസ്, സാഹചര്യമാണ് അതിനെ പുറത്തെടുപ്പിക്കുന്നത്. അങ്ങനെ ഇതിൽ എന്താ, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ രൂപം എൻ്റെ വീട്ടിലുണ്ടല്ലോ എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തും. ഇല്ലെങ്കിൽ തൊട്ട് അയൽവക്കത്ത്, ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഈ ക്യാരക്ടറാണ് അവനും കേട്ടോ. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ബിനു EDയിലെ.
കഥയും വളരെ വ്യത്യസ്തമായ, നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കില്ലേ ആൾക്കാർ എന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ ഇതിനെ പ്രതികരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവൻ എന്തുകൂടെ സൈക്കോ, നിസ്സാര കാര്യത്തിനെ ആയിരിക്കും. അത് ഓരോരുത്തരും എടുക്കുന്നത് പലതും പല രീതിയിലാണല്ലോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈക്കോ ക്യാരക്ടറിലേക്ക് കയറാൻ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ? എന്തൊക്കെ ചെയ്തു? ED ആവാൻ എന്തൊക്കെ ചെയ്ത്? ED ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പിന്നെ അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും പിന്നെ നല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു, ഇങ്ങനെയാണ്. പിന്നെ വായിക്കുമ്പോൾ നമുക്കും മനസ്സിലാവുമല്ലോ. അത് അങ്ങ് ചെയ്തു. ഒരു ഇപ്പം നമുക്ക് നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ് ഇല്ലെങ്കിൽ വായിച്ചും മാത്രമുള്ള അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ അതിന് ശേഷം ഇതാണ് എന്ന് ഉദ്ദേശം ഒരു സാധനം ചെയ്യുമ്പോൾ ഡയറക്ടറും കൂടെ വന്ന ആൾക്കാരെല്ലാവരും ഇത് ഗംഭീരമായിട്ടുണ്ട്, ഇത് കൊള്ളാം എന്ന് പറയുമ്പോഴാണ് പിന്നെ ആ ഒരു ഒറ്റ പോയിന്റിൽ നമ്മളും അങ്ങ് സഞ്ചരിക്കും. ഓക്കെ. എനിക്ക് സുരാജേട്ടൻ്റെ ഡീസൻറ്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. നമ്മുടെ ഭീമൻ്റെ വഴിയിൽ എല്ലാം ശരിയാക്കാൻ തരാൻ വേണ്ടിയിട്ട് പുള്ളി കൂടെ പോകുന്ന 2 തെറി കിട്ടി കഴിയുമ്പോൾ പിന്നെ ഇറങ്ങി വരുമ്പോൾ പുള്ളി അവിടെ നിന്ന് കരയുന്ന ഒരു സീനുണ്ട്. അത് നല്ല സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് വെർബൽ ഹ്യൂമറൊക്കെ ഇപ്പോൾ ഒരുപാട് പോയില്ല. അതുപോലെയുള്ള നല്ല കിടിലം വെർബൽ ഹ്യൂമറൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. സിറ്റുവേഷൻ ഹ്യൂമറിൽ നമുക്ക് എന്ത് വേണോ പൊലിപ്പിക്കാൻ പറ്റും. നല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റ് സിറ്റുവേഷൻ അല്ലേ. ഭീമൻ്റെ വഴിയിൽ വിളിച്ച് ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്നിട്ട് ഇയാൾ മാത്രം പുറത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുത്തൻ്റെ അവസ്ഥ അറിയാലോ. അപ്പോൾ എന്നാൽ വേറെ ആരെയും കാണിക്കാനും പാടില്ല, നമ്മൾ ചമ്മിയ വിവരം. അത് അങ്ങനെ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. പുള്ളി അവിടെ ഇല്ലല്ലോ, ഒന്നുമില്ല. അവിടെ ചെല്ലുന്നു, തിരിച്ച് പുറത്തിറങ്ങി നിൽക്കുന്നു എന്നേ ഉള്ളായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ചെയ്ത രസമായിരിക്കും. അപ്പോൾ ചെയ്ത് കാണിച്ചപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി. അത് പിടിക്കാം, പിന്നെ അതിന് വേണ്ടിയിട്ട് ഷോട്ട് വെക്കുന്നു, നല്ല രസകരമായിട്ട്. അത് അദ്ദേഹം അഷ്റഫ് ഹംസ പൊളിയായിട്ട് അത് ചെയ്ത് തൂണിച്ചാരി ഇന്ന് കരയാണ്. മാറി എന്നിട്ട് ആരെങ്കിലും കണ്ടാ ജീവിതം ഒന്ന് പുറത്ത് പറയരുത്. സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ ആക്ടർ എങ്ങനെയൊക്കെ മാറി ഇപ്പം? ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ അതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല. കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്താറുണ്ട്. നല്ല പിന്നെ എന്താ, എങ്ങനെ പഠിക്കുക? സിനിമകൾ കാണുക, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു സിനിമ തന്നെയാണ് ഫുൾ. അല്ല എന്ന് വെച്ചാൽ എന്താ, കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ സുഹൃത്തുക്കൾ ചേർന്നാലും ഏതെങ്കിലും കഥയെപ്പറ്റിയോ ഇല്ലെങ്കിൽ നല്ല കഥകൾ, വ്യത്യസ്തമായ കഥകൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുള്ളതോ അതൊക്കെ പറയും. അങ്ങനെയൊക്കെ സിനിമ സംബന്ധമായ ചർച്ചകൾ മാത്രമേ ഉള്ളൂ. ആ ചിന്ത മാത്രമേ ഉള്ളൂ. ശരിക്കും വേണ്ടത് നല്ല ആരോഗ്യവാനായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കി വഴി വരും, ബാക്കി തനിയെ വന്നോളും. അടിപൊളി. ഇതിന് 6 വർഷം മുന്നെയാണ് നമ്മൾ കാണുന്നത്. അന്ന് കണ്ടതിനെക്കാട്ടിലും ഒരുപാട് ലുക്കിൽ തന്നെ മാറിയിട്ടുണ്ട്. സ്ലിമ്മായി, ഫിറ്റായി, 6 പാക്ക് ആയോ? ഉണ്ട്. എൻ്റെ ഹോബി എന്ന് പറയുന്നതാണ് രാവിലെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പാട്ടിലാണ്. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നതും മിക്കപ്പോഴും പാട്ടിലായിരിക്കും. എങ്ങനത്തെ പാട്ട് കേൾക്കുന്നത്? എല്ലാ തരത്തിലും എല്ലാ പാട്ടുകളും. പാട്ട് അതെനിക്ക് ജീവനാണ്. പാട്ടും ചിരിയും ഇല്ലാത്ത ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നഷ്ടമുള്ള ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ ചില സീരിയസ് ക്യാരക്ടറിലേക്കൊക്കെ പോയി കഴിയുമ്പോഴും പുറമെ നമ്മൾ ചിരി എന്തായാലും ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ അത്രയും നേരമൊക്കെ നമ്മളെ കൊണ്ട് അതൊന്ന് ഹോൾഡ് ചെയ്ത് അങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല, ആർക്കും പറ്റൂല. നമ്മൾ ആ ആക്ഷൻ കട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പരിപാടി തന്നെ. സാധാരണ സുരാജ് വെഞ്ഞാറമൂടാണ്. മിമിക്രി അവതരിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കറിയാന്നുള്ള എന്തെങ്കിലും ചെയ്ത് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മ്യൂസിക് ഉണ്ടല്ലോ, അന്ന് ഇത് ആദ്യമായിട്ട് ഞാൻ പുതിയൊരു പരിപാടി ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഷോ ഇറക്കുന്നത്. 6 വർഷത്തിന് ശേഷം ഒരുപാട് പുരോഗമിച്ചു, പാട്ടുകളൊക്കെ മാറി. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട്, ഈ വർഷം തീരാൻ പോവാണ്, 2024 കഴിയാൻ പോവാണ്. എനിക്ക് അങ്ങനെ റെസൊല്യൂഷൻ്റെ ആവശ്യമുണ്ടോ? എന്നാലും നമ്മള് ഐ ആം പെർഫെക്റ്റ് മാൻ. പെർഫെക്റ്റ് മനുഷ്യന്മാര് ചില തീരുമാനങ്ങൾ എടുക്കും നമ്മള്. 2025 എല്ലാ ഭാഷകളിലും അഭിനയിക്കാനായിട്ടൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്ന ഒരു ബാരിയർ അല്ല. മലയാളത്തിൽ ചെയ്താലും എല്ലാ ഭാഷക്കാരും എല്ലാ ഭാഷയിലേക്ക് എത്തുന്നുണ്ട്. അതൊരു സന്തോഷം. നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നതെല്ലാം
ഇപ്പോഴത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ. അതാണ് പാൻ ഇന്ത്യൻ പടം ചെയ്യണം. അതാണ് റെസൊല്യൂഷൻ. അതെ, അടിപൊളി, അത് നടക്കട്ടെ. ഒരു സ്ക്രിപ്റ്റ് ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും അതിനൊരു ഫോർമുലയൊന്നും എനിക്കറിയില്ല. എനിക്ക് 2 മണിക്കൂർ എൻഗേജിങ് ആയിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും നമ്മളതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരുന്ന് എവിടെയെങ്കിലും അത് അത്രയും സ്ഥലം ഞാൻ എൻഗേജിങ് അല്ല എന്ന് തോന്നുന്നത് നമ്മൾ ടോട്ടൽ പടവും കൂടെ നോക്കണമല്ലോ. ഇപ്പോൾ നേരത്തെ അത് ശ്രദ്ധിക്കണ്ടായിരുന്നു, നമ്മുടെ ഭാഗം മാത്രം നോക്കിയായിരുന്നു. ഇപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കഥാപാത്രം അത് ഓരോന്നും ഓരോ രീതിയിലാണ്. പിന്നെ അതൊക്കെ തന്നെയാണ്. ഫസ്റ്റ് കഥ ഇതുവരെ വരാത്ത, ഇല്ലെങ്കിൽ ഈ പ്രസൻറ്റ് ടൈമിൽ പറയേണ്ട കഥയാണോ എന്ന് ഫസ്റ്റ് നോക്കും. ഈ ഇപ്പോൾ പറയേണ്ടതാണോ, അതിനൊരു വിലയിരുത്തൽ വരും. അതിനുശേഷം പിന്നെ കഥയും കഥാപാത്രവും. ഓക്കെ, യുവതലമുറയുടെ വിജയമാണ് മുറ. കറക്റ്റ്, യുവതലമുറയുടെ വിജയമാണ് മുറ. മുറയിലെ സുരായേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ആ ക്യാരക്ടറിലേക്കുള്ള മാറ്റം, അത് ഭയങ്കരമായിട്ട് എല്ലാവരും എടുത്ത് പറയുന്ന ഒരു സംഗതിയാണ്. താങ്ക് യു. അപ്പോൾ അതിലേക്ക് അത് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ഇൻസ്പിറേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ട്, കുറേ. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കാത്ത കാര്യമല്ലല്ലോ സിനിമയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് തന്നെ. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലാത്ത പക്ഷം നമ്മൾ അതെന്താണെന്നുള്ളത് അറിയാനായിട്ടൊരു ശ്രമമെങ്കിലും നടത്തും. അതൊക്കെയാണ് ആക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അങ്ങനെയുള്ള ആളിനെയൊക്കെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. മുറയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇതിനു മുമ്പ് ജീവിതത്തിൽ ഡോൺ പിന്നെ ഇഷ്ടം പോലെ ഡോണായിട്ട് നടക്കുന്നവരെയും ശരിക്കും ഡോൺ ആയവരെയും അതൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ തിരുവനന്തപുരത്താണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുള്ളവരും പുറത്തുള്ളവരും വിദേശത്തുള്ളവരും എല്ലാവരും അങ്ങനെ. അതൊക്കെ നമുക്ക് ഈ ഒരു സിനിമ ചെയ്തപ്പോൾ അതൊക്കെ വലിയ ഒരു ഉപയോഗമായി. മുറയിലേക്ക് ഞാൻ ചെയ്യാം എന്ന് പറയാൻ കാരണം എന്താണ്? മുറയിൽ ചെയ്യാമെന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രമാണ്. പിന്നെ ഡയറക്ടർ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. പിന്നെ പുതിയ പയ്യന്മാരാണ്. പുതിയ ഇതുപോലത്തെ ജോണറൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും അതിലെ 4 പയ്യന്മാർ പിറവിയെടുക്കുകയാണ്. ശരി, അതിൻ്റെ ഭാഗം, അതിൻ്റെ കൂടെ നമുക്ക് നിൽക്കാം. അവർ 4 പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് നമ്മളും കൂടെ അതിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതും പിന്നെ നല്ല പൈസയും കിട്ടി. അതൊരു മെയിൻ ഭാഗമാണ്. അതെ, എല്ലാം ഇത് ഘടകങ്ങളാണ്. ഇപ്പോൾ പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സുരായേട്ടന് അത് ആസ് എൻ ആക്ടർ സ്വീകരിക്കാൻ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടോ? പിന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ പുതിയ ആൾക്കാരിൽ നിന്നാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരട്ടെ. പുതിയത് അറിയാനും പഠിക്കാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മിക്കതും പുതിയ സംവിധായകരുമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അത് തന്നെയാണ്. ആക്ടർ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായിരിക്കും നമ്മൾ ജിമ്മിൽ പോണത്. അതുപോലത്തെ വേറെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എനിക്ക് സമയത്ത് കിടന്ന് ഉറങ്ങുന്ന ശീലം ഇച്ചിരി കുറവായിരുന്നു. കാര്യം പണ്ട് തൊട്ടേ മിമിക്രി ഇതിനൊക്കെ പോയതുകൊണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതൊക്കെ പരമാവധി ഒരു 11 മണി കടക്കില്ല. ഒരു 9:30 വിചാരിക്കുമ്പോഴാണ് ഒരു 11 മണിക്കെങ്കിലും ഉറങ്ങാൻ പറ്റുന്നത്. ഉറക്കം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഉറക്കം പോകുമ്പോൾ നമുക്ക് പിറ്റേന്ന് ഇനി എത്ര വലിയ ക്യാരക്ടർ ചെയ്യാനായിട്ട് നിന്നാലും നമുക്ക് വേറെ ബോഡിക്ക് തന്നെ ഒരു ക്ഷീണം വരും. അപ്പം നമ്മളെപ്പോഴും ആക്ടേഴ്സ് നല്ല ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ ശരീരവും മനസ്സും എല്ലാം നല്ല ഹാപ്പി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ മ്യൂസിക്കും ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക, ജോളി ആയിട്ട്. നമ്മൾ മനസ്സും ക്ലിയർ ആക്കി വെക്കുക. ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കര ഒരുപാട് വിഷമിക്കാതിരിക്കുക. പിന്നെ അങ്ങനെ വിഷമിക്കുമായിരുന്നോ നേരത്തെ? നേരത്തെയൊക്കെ ചെറിയ കാര്യം ഉണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ വിഷമമൊന്നും അങ്ങനെ ഒരുപാട് ടൈം നീണ്ടു നിൽക്കില്ല. എല്ലാം ദേഷ്യമായാലും പിന്നെ വിഷമമായാലും ഹാപ്പിനെസ് ആയാലും
പെട്ടെന്ന് തന്നെ അങ്ങനെ അത് ഒന്നും സ്ഥിരമല്ലല്ലോ. അപ്പോൾ അതൊക്കെ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനെ നന്നായിട്ട് ആസ്വദിച്ചങ്ങ് വിടുക, അത്രേ ഉള്ളൂ. ഓക്കെ. ചില പടങ്ങൾ OTT ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാതെ സംസാരമായി മാറും, ഹിറ്റായി മാറും. അപ്പോൾ അഡിയോസ് അമിഗോസ് അതന്നെ അങ്ങനെയായിരുന്നു. എന്നോട് പലരും ചോദിച്ച് ഇത് തിയേറ്ററിൽ വന്നില്ലേ എന്ന്. എനിക്കുണ്ടായ ദേഷ്യം, ദൈവമേ, ഇത്രയും ഫ്ലെക്സും അടിച്ച് ഓൺലൈനിലും പബ്ലിസിറ്റി ചെയ്തിട്ട് ഇവരിപ്പോൾ ചോദിക്കുന്ന കേട്ടില്ല, എടേ നിൻ്റെ കടയുടെ ഫ്രണ്ടിൽ ആ നോട്ടീസ് ഉണ്ടല്ലോടെ, നീ എന്നാലും നീ അതൊന്നും ശ്രദ്ധിക്കാത്തത്. ഞാൻ ഈ ടെൻഷനിൽ ഈ നോട്ടീസൊന്നും നോക്കിയില്ല, നീ ഓൺലൈനിൽ ഒന്നിനും കണ്ടില്ല. ഞാൻ പറഞ്ഞു നീ കാണാത്തതായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ അത് അവർ OTT കണ്ടിട്ട് എൻ്റെ ദൈവമേ ഇതെന്ത് ഈ സിനിമ തിയേറ്ററിൽ ഓടാത്തത്. അപ്പം അത് എത്ര നല്ല സിനിമയായാലും ഇറങ്ങുന്ന സമയം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് ആ സമയത്ത് നമുക്കറിയാം ഒരു വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു വയനാട്. അപ്പോൾ എപ്പോൾ ഫുൾ ശ്രദ്ധയും ഇല്ലെങ്കിൽ എല്ലാം വയനാട്ടിലോട്ടായതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കണം. പക്ഷേ OTT വൻ വിജയമാണ്, ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു സിനിമയാണ് അത്. ഇപ്പം ഞാൻ തമിഴ് ചെയ്തപ്പോഴും അവിടുത്തെ സംവിധായകരും പറഞ്ഞതാണ്, മലയാളത്തിൽ ഭയങ്കര ഡിഫറൻ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ പ്രശ്നങ്ങളിൽ പെട്ട് അങ്ങനെ പോകുന്ന ജോണർ കുറേ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ തമിഴിൽ നമുക്ക് പേടിയാന്ന് പറയും. അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ അത് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം അത്തരത്തിലുള്ള പടങ്ങളും ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങി തുടങ്ങി. പക്ഷേ അവർ ഭയങ്കര ഇതായിട്ടാണ് കാണുന്നത് മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച്. നല്ല ഫീഡ്ബാക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നു. പിന്നെ അഡിയോസ് അമീഗോസ് ഞാനിപ്പോൾ തമിഴ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അരുൺ സിത്തയുടെ ഡയറക്ടർ, ശരിക്കും അദ്ദേഹത്തിനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ പടത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു സിത്ത കണ്ട സമയത്ത്. കൊള്ളാലോ, അങ്ങനെ അതിൻ്റെ ഒരു കോ ആക്ടറെ വിളിച്ച് നമ്പറൊക്കെ എടുത്ത് ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിരുന്ന സമയത്താണ് സെയിം ഇതുപോലെ ദിലീഷ് പോത്തൻ്റെയിലും സംഭവിച്ചതാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയും പിന്നെ ഒരു കഥ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. പിന്നെ അദ്ദേഹം കൊച്ചിയിൽ വന്ന് കഥ കേട്ടു. വേറെ തമിഴ് സിനിമയൊക്കെ വന്നിട്ടുണ്ട്. എനിക്കങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം. മലയാളം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തമിഴ് പക്ഷേ ഇല്ല, അത് എന്തായാലും ഗംഭീരമായിട്ട് ഒരു തുടക്കക്കാരൻ, തമിഴിലൊരു തുടക്കം എന്ന നിലയ്ക്ക് എനിക്ക് വലിയ സപ്പോർട്ടും നല്ല വേഷവും തന്നെയാണ് കിട്ടിയത്. അത് വളരെയധികം ഗംഭീരമാക്കി ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടത്തിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ SJ സൂര്യ സാറൊക്കെ ഇതിൽ ഇട്ടിരുന്നല്ലോ, ട്വീറ്റ് ചെയ്തിരുന്നല്ലോ, 16 മിനിറ്റ് സിംഗിൾ ഷോട്ടുണ്ട്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം അത് 3 ദിവസത്തെ റിഹേഴ്സലാണ്. അതിനകത്ത് കുറേ ഉണ്ട്. 16 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പെർഫോമൻസ് ഏരിയ ഉണ്ട്, അതിനുശേഷം ഫൈറ്റ് ഉണ്ട്, വെടിവെപ്പ്, പിന്നെ ഇത് കഴിഞ്ഞ് ഒരാളെ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ ഒരുപാട് ഇവൻ്റ് ഈ ഒറ്റ സിംഗിൾ ഷോട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഡയറക്ടറുടെ ഇതറിയാമല്ലോ. കാര്യം അതിലൊരു വണ്ടി ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഒരു 3-ാമത്തെ ദിവസം ടേക്ക് എടുത്തുകൊണ്ട് നിന്നു. അയ്യോ എല്ലാവരും ഒരു 4 മണിയായപ്പോൾ ടേക്ക് എടുത്തു. പക്ഷേ അത് അങ്ങോട്ട് ഡയറക്ടർക്ക് അങ്ങോട്ട് സംതൃപ്തി വന്നില്ല. ഒന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിന്ന് ഒരു ഇല്ല സാർ എനിക്ക് ഒരു വാട്ടി ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിലുണ്ടല്ലോ. അത് ആ സമയത്ത് ഒരുപക്ഷെ ഒരു അരമണിക്കൂർ കൊണ്ടെന്നും അത് ഒന്നുകൂടെ ആ ഫുൾ സെറ്റപ്പ് ഒന്നുകൂടെ ശരിയായിട്ട് വരണമെങ്കിൽ അരമണിക്കൂറൊന്നും അല്ല കുറഞ്ഞത്. അപ്പോൾ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാനും പറ്റില്ല. പക്ഷേ എന്തോ ഒരു പ്രകൃതി പോലും കൂടെ നിൽക്കുമെന്ന് പറയുമല്ലോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനൊപ്പം. അതുപോലെ എല്ലാവരും പെട്ടെന്ന് തന്നെ പടപട അവരവർ തന്നെ എല്ലാം ശരിയാക്കി അരമണിക്കൂർ കൊണ്ട് ഷൂട്ട് റെഡി. എന്നിട്ട് വീണ്ടും അതെടുത്ത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കിട്ടിയതിൻ്റെ ഒരു കരച്ചിലും ഇതെല്ലാം ഉണ്ടല്ലോ. അതൊരു ഇപ്പോഴും ഓർക്കുമ്പം അത്രയേറെ പുള്ളി അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥയില്ലേ, സത്യം. എന്തായാലും ഗംഭീരമായിട്ട് ഞെട്ടിക്കണം. അടിപൊളി. അപ്പോൾ 2025 നമ്മൾ സുരാജേട്ടൻ്റെ കാണാൻ പോകുന്ന വ്യത്യസ്തമായ റോളുകളിലൊന്ന് ഇതാണ് തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ കണ്ണൻ അതാണ് ക്യാരക്ടർ. കണ്ണൻ, പിന്നെ വിക്രം സാറ് കാലി.
സൂപ്പർ. കണ്ണനും കാലയും. അടിപൊളി. അപ്പം നമ്മൾ പണ്ട് വന്നപ്പോൾ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് പറയാൻ തോന്നുകയാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഡയലോഗും കൂടി ഞാൻ ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ. ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറഞ്ഞിട്ട് സുരാജേട്ടൻ്റെ തന്നെ ഡയലോഗാണിത്. അപ്പം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയും, ഇത് കേൾക്കുമ്പോൾ ഈ 2 ഡയലോഗിൽ ഏതെങ്കിലും ഒന്നും പറയാം. എനിക്കിപ്പോൾ ഒരു സ്ക്രിപ്റ്റും വായിച്ചാൽ സംതൃപ്തി വരാറില്ല. എന്തോ എങ്ങനെ ശരിയല്ലേ? സ്ക്രിപ്റ്റ് വായിച്ചാൽ അങ്ങോട്ട് ഇത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു സ്ക്രിപ്റ്റും കിട്ടാറില്ല. ഒരു അത് പിന്നെ വന്നതിന് ശേഷം വീണ്ടും ഒരു വ്യത്യസ്തതയുടെ അന്വേഷണത്തിലാണ് സുരാജ് വെഞ്ഞാറമൂട് എന്നാണ് കൂടുതൽ നമ്മൾ കേട്ടേക്കുന്നത് ഇൻഡസ്ട്രിയിൽ. അയ്യോ അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ ചെയ്യുന്നതെല്ലാം സംതൃപ്തിയോടെയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ വ്യത്യസ്തതയുടെ അന്വേഷണത്തിലാണ് അല്ലേ? ആരാ വ്യത്യസ്തത ആഗ്രഹിക്കാത്തത്? പൊളി. ശരി, ഞാനൊരു റിച്ച് പ്രൊഡ്യൂസറാണ്. അങ്ങനെയൊന്നും അല്ലടാ, റിച്ച് പ്രൊഡ്യൂസറാണ് അല്ലേ? പിന്നെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. പിന്നെ അത് റിച്ച് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. മാത്രമല്ല എൻ്റെ അമ്മയുടെ പേരിലാണ്, എൻ്റെ അമ്മയിലാണ് ഞാൻ ദൈവത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരും ഇട്ടത്. അതുകൊണ്ട് അത് റിച്ച് തന്നെയാണ്. ആദ്യത്തെ പടം ED ആവട്ടെ എന്ന് തീരുമാനിക്കാൻ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാൻ കഥയും കഥാപാത്രവും. ഓക്കെ, അല്ല അതിൽ റിച്ച് ആയിട്ട് ബന്ധമില്ല. അതിൽ റിച്ച് ആയിട്ട് കഥയും കഥാപാത്രവും, അതാണ് അതിന്റെ റിച്ച് എന്ന് പറയുന്നത്. അടിപൊളി. സുരാജ് വെഞ്ഞാറമൂട് എക്സ്ട്രാ ഡീസന്റ് ആണ്. എന്തോ എങ്ങനെ ആണോ? അങ്ങനെ പറയാ? കൂട്ടുകാർ പറയാ, നാട്ടുകാർ പറയാ സുരാജ് വെഞ്ഞാറമൂട് എക്സ്ട്രാ ഡീസന്റ് ആണെന്ന്? പിന്നെ നാട്ടുകാരൊക്കെ പറയും ഇല്ലേ? പിന്നെ അവർക്ക് അവരുടെ മുമ്പ് ഒന്നും വിളിക്കാൻ പറ്റൂലല്ലോ. അവർ പറയും, ഇനിയിപ്പോൾ ഞാൻ ജംഗ്ഷനിലെങ്ങനെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജംഗ്ഷനിലൊക്കെ വേറെ രീതിയിലൊക്കെ നിന്ന് ഒന്ന് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ, എന്താടാ അത്രേ ഉള്ളൂ, ഇവന് നിനക്ക് എന്ത് പറ്റിയടേ എന്നിട്ട് അവർ തന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അതിലെല്ലാം ഉണ്ടാവും. നാടുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ വലിയ നാടക മത്സരം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ 10 ദിവസത്തെ നാടക മത്സരമുണ്ട്. അതിന് മമ്മൂക്ക അടക്കം എല്ലാ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അവിടെ വന്നിട്ടുണ്ട് ആ പരിപാടിയിൽ. മമ്മൂക്കയെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എല്ലാ സ്റ്റാർസിന്റെ ഉത്തരവാദിത്തം എൻ്റെ തലയിലാണല്ലോ. ഉറപ്പായിട്ടും. അയ്യോ, ആ ഡിസംബർ എൻഡോട് കൂടിയൊക്കെ ആകുമ്പോൾ, ഈ ഡിസംബറിലായിരുന്നു, ഇപ്രാവശ്യം 8-ാം തീയതി ആയിരുന്നു. ഡിസംബർ ഈ പരിപാടി വിളിച്ച് പറയുമ്പോൾ ലോകത്ത് എവിടെയായിരുന്നാലും ഞാൻ വെഞ്ഞാറമൂട്ടിലുണ്ടാവും. പോളി. അമ്മ പറയാം മോൻ ഡീസൻ്റ് ആണെന്ന്, എക്സ്ട്രാ ഡീസൻ്റ് ആണെന്ന്? പാവം അമ്മ പറയും. പിന്നെ അത് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ എല്ലാ അമ്മമാർക്കും. ഞാൻ എൻ്റെ 6 പാക്ക് കാണിക്കാൻ വെമ്പി നിൽക്കുകയാണ്. എന്തോ എങ്ങനെ അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു സംവിധായകനും തിരക്കഥാകൃത്തിനും തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ചെയ്തിരിക്കും. വൈ നോട്ട്? പണിയെടുക്കണോ അതോ ഓൾറെഡി 6 പാക്ക് ആയോ? പിന്നെ പണിയെടുക്ക ഇല്ല, 6 പാക്ക് ഉണ്ട്. ഒന്നുകൂടെ പണിയെടുത്താൽ അത് കാണും. ശരി, തമിഴിൽ കാണിക്കേണ്ടി വന്നില്ലല്ലേ? ഇല്ല. തമിഴിലൊക്കെ കുറെ പയ്യന്മാരുണ്ടല്ലോ. നമുക്ക് അവസരം വരട്ടെ. എന്തൊക്കെയാ ചെയ്യുന്നത് ഫിറ്റ്നസിന് വേണ്ടി? ജിമ്മിൽ പോവും. ഇപ്പൊ റെഗുലറായിട്ട് ഇപ്പം ഇല്ല കേട്ടോ. ജിമ്മ് തന്നെ എന്തായാലും നടക്കും. ഒരു മണിക്കൂർ ദിവസം നടക്കാറുണ്ട്. എവിടെ നടക്കുന്നത്? നമുക്ക് കിട്ടുന്ന സ്പേസിൽ. ഇന്ന സ്ഥലത്ത് പോയാൽ നടപ്പ് വരുമെന്നില്ല. ഞാൻ ചിലപ്പോൾ റൂമിലായിരിക്കും, റൂമിൽ നടക്കും. അങ്ങനെ നടക്കും. ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ പുതിയൊരു ഐറ്റം പഠിച്ചു വെച്ചിട്ടുണ്ട്. റാഫി ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ അത് കാണിക്കും. മിമിക്രിയിൽ പുതിയ ശബ്ദങ്ങൾ പഠിക്കാറുണ്ടല്ലോ. എന്നെക്കാളും ഇത്രയൊക്കെ വളഞ്ഞു കഴിക്കുന്നതിന് റാഫി ഒന്ന് ചോദിച്ചാൽ പോരെ ഇന്നത് ചെയ്യണമെന്ന്. എന്തോ എങ്ങനെ പുതിയ ഐറ്റം ഒന്നും ഇല്ലേ? പുതിയ ഐറ്റം മിമിക്രിയിൽ ഇല്ല. ഞാൻ ഇപ്പോഴും നമ്മുടെ പുതിയ മിമിക്രി പയ്യന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കൂടും കൂട്ടുമില്ലാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങും. അതാണ് നമ്മൾ മറ്റേ ഞാൻ തന്നെ ട്രോളണോ എന്നെ? നമ്മൾ മ്യൂസിക് ഇറക്കി, അത് കഴിഞ്ഞിട്ട് പുതിയൊന്നും ഇറക്കിയില്ലേ? പുതിയ പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ അതിനകത്ത് മ്യൂസിക് ചെയ്യും. മ്യൂസിക്കാണ്. അറബിക്കടകലോരം മാത്രമല്ല, ഏത് പാട്ട് പാടിയാലും ഞാൻ ചെയ്യും. നാടിൻ നന്മകളെ പൊന്മകളെ മുത്തയ്യപ്പനെ മിന്നും സൂര്യനും. ഇത് പാട്ടാടേ, നിന്നെ പൂട്ടും കേട്ടോ. നാടിൻ നന്മകളെ പൊന്മകളെ മുത്തയ്യപ്പനെ. വാ മോൻ പണ്ട് നമ്മൾ റേഡിയോയിലേക്ക് വിളിക്കുമായിരുന്നു.
അന്ന് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ പിന്നെ മോർണിംഗ് ഷോ ആയിരുന്നു. മോർണിംഗ് ഷോ ഞാൻ മോർണിംഗ് ഷോ ആകുമ്പോൾ മസ്റ്റ് വിളിക്കും. അവൻ എന്നും അവിടെ പോകുന്ന വണ്ടിയിലല്ലേ പോകുന്നത് സ്കൂളിൽ. പിന്നെയാണ് നമ്മൾ അറിയുന്നത് സുരാജേട്ടൻ്റെ മോനാണെന്ന്. റാഫീസ് ഗൂഗിളി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. ഇപ്പം മോൻ എന്താ പരിപാടി? ഇപ്പോൾ അവൻ പഠിക്കാനായിട്ട് പോയേക്കാണ് UK. അങ്ങനെ സിനിമയിലേക്ക് ഇറക്കി എന്നൊക്കെ നമ്മൾ കേട്ടു. സിനിമയിലേക്ക് ഇറക്കിയതല്ല, ഇതിൽ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അതായത് ED-യിൽ. അപ്പോൾ ഇവർക്ക് 10ാം ക്ലാസ് വരെ ഇവർക്ക് എല്ലാം വീട്ടിലെ അമ്മയല്ലേ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പോയി ചെയ്യണം. അപ്പോൾ ഇനി സ്വന്തമായിട്ട് സിനിമയിലെന്ന് പറഞ്ഞാൽ മിലിറ്ററി സെറ്റപ്പാണല്ലോ. ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് പിന്നെ പോയിട്ട് വരണം, അവൻ്റെ ഡ്രസ്സ് അവൻ തന്നെ വാഷ് ചെയ്യണം, പിന്നെ അവൻ്റെ ഭക്ഷണം അവൻ തന്നെ എടുത്ത് കഴിക്കണം. അപ്പോൾ ഒരു ചിട്ട വരും. അപ്പോൾ അതുകൊണ്ട് ചിട്ടയ്ക്ക് വേണ്ടി എന്താണെന്ന് അറിയട്ടെ. അച്ഛൻ രാവിലെ എണീറ്റ് പോകുന്നു, വൈകുന്നേരം വരുന്നു. ഇത് എവിടെയാണ് ഇദ്ദേഹം പോകണമെന്നുള്ളത് ഒരറിവ് അവർക്കും വേണമല്ലോ. നമ്മൾ പോയി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ വീട്ടിലിരിക്കുന്നവർക്കും വേണം. അപ്പോൾ അതുകൊണ്ട് നീ വാ, അച്ഛൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വന്നു. അവൻ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ സന്തോഷം. നൈസായിട്ട് മകനെ കൊണ്ട് പടം ഡയറക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ് ഭാവിയിൽ. അവരെന്താണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പറഞ്ഞതല്ലല്ലോ ഞാൻ ചെയ്തത്. അച്ഛൻ എന്നെ മിലിറ്ററിയിൽ വിടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിൽ ആക്കണം എന്നായിരുന്നു അച്ഛൻ്റെയൊക്കെ ആഗ്രഹം. പക്ഷേ നമ്മൾ സിനിമയിൽ വഴി യൂണിഫോം ഇട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡിവൈറ്റ് ചെയ്ത് ഇവിടെ എത്തി. അടിപൊളി. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ. സിനിമയിൽ അസിസ്റ്റന്റ് ആക്കിയിട്ട് മോൻ്റെ ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു അവൻ. പിന്നെ എൻ്റെ കൂടെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ അതിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരനും ജയസൂര്യൻ്റെ മോനും ഒരുമിച്ചാണ് പഠിക്കുന്നത്. രണ്ടുപേരും ചേർന്നിട്ട് ഒരു ഷോർട്ട് ഫിലിമൊക്കെ എഴുതി സംവിധാനം ചെയ്തിരുന്നു. അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. എന്ന് വെച്ചിട്ട് അവന് സിനിമ ഇഷ്ടപ്പെടുന്നതാണോ? സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഏത് സിനിമ റിലീസായാലും തിയേറ്ററിൽ പോയി കാണും. പിന്നെ ഡയറക്ടർ ആവണോ, ആക്ടർ ആവണോ, അത് വല്ല പണിക്ക് പോകണോ, അതൊക്കെ അവൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായം ഓപ്പൺ ആയിട്ട് പറയും അച്ഛനോട്? എല്ലാം പറയും. പോരെങ്കിൽ അപ്പം തന്നെ പറയും. ക്രിട്ടിക്കാണോ? ക്രിട്ടിക്ക. അത് പോരച്ച ഇന്ന സിനിമ ആയാലും അത് ഓരോ സിനിമ കണ്ടിട്ട് പുള്ളിയുടെ രീതിയിൽ അഭിപ്രായം കൃത്യമായിട്ടും പറയും. അപ്പോൾ UK പഠിക്കാൻ പോയേക്കാണ്. എന്താ പഠിക്കാൻ പോണേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ പരിപാടിയൊക്കെ. അപ്പോൾ UK പറഞ്ഞപ്പോഴാണ് എനിക്കൊരു വീഡിയോ ഓർമ്മ വന്നത്. UK ഏതോ തെരുവിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സുരാജ് വെഞ്ഞാറമ്മൂടും ആക്ടർ ജോജോ. അതെവിടെ പോണേ ഞങ്ങൾ? അത് നമ്മൾ ഒരു ട്രിപ്പ് പോയതാണ്. എവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK സ്കോട്ട്ലാൻഡിലേക്ക് പകുതി ദൂരം പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. അങ്ങ് എത്താൻ പറ്റിയില്ല. റൈഡ് ചെയ്ത് പോയി. അത് സഞ്ചരിക്കുന്ന കാരവാനാ. അതിനകത്ത് തന്നെ കിടക്കാം. ജോജുവിൻ്റെ ആണോ? അല്ലല്ല, അത് ജോജുവിൻ്റെ കൂടെ അഭിനയിച്ച ആളുണ്ടല്ലോ, നമ്മുടെ ബോബി എന്ന് പറയുന്ന ആ പണി എന്ന സിനിമയിലൊക്കെ പുള്ളി ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോബിയുടെ കാരവാന ലാലേട്ടൻ്റെയൊക്കെ ഫ്രണ്ടാണ്. നമ്മൾ UK പോയി ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്, ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഫിലിം അവാർഡ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മളൊരു യാത്ര ഇങ്ങനെ പോയി 2-3 ദിവസമൊക്കെ പൊളിച്ച് നേരെ തിരിച്ചു വന്നു. ഓക്കെ. ഇപ്പോൾ 2024 ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ മുറയുണ്ട്, ഇപ്പം ED വരാൻ പോകുന്നു, നമ്മുടെ അഡിയോസ് അമിഗോസ് ഉണ്ട്, 2 സീരീസ് ഉണ്ട്, അതെ, വെബ് സീരീസ്, ഹണിമൂൺ അതുണ്ട്, തെക്ക് വടക്കുണ്ട്. അപ്പോൾ ഇതിൽ സുരാജേട്ടന് മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 3 ക്യാരക്ടേഴ്സ് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ഏറ്റവും അധ്വാനിച്ചൊരു ക്യാരക്ടർ, എല്ലാത്തിനും ഉണ്ടാവും, കൂടുതൽ അധ്വാനിച്ച അഡിയോസ് അമിഗോസ് ആണോ? കാര്യം ഞാൻ ചെയ്യാത്ത കഥാപാത്രമാണ്, സ്ലാങ് ആണ്, ഇടുക്കി സ്ലാങ്ങിലാണ് സംസാരിച്ചിരിക്കുന്നത്. അഡിയോസ് അമിഗോസിൽ ആസിഫ് അലിയും വേറൊരു ലുക്കിലാണ്. അതെ അല്ലേ? കറക്റ്റ്. അതാ ബസ് സ്റ്റാൻഡിൽ പലരും നമ്മളോട് ചോദിച്ചു, ഇത്രയും, അതായത് അതിൻ്റെ ആ സിനിമ കണ്ടിട്ട് തമിഴിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു, ഇതെങ്ങനെ നിങ്ങളവിടെ ഷൂട്ട് ചെയ്ത്, ഇതെങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ, വൈറ്റിലെ ബസ് സ്റ്റാൻഡ്, ഇത് ഇത്രയും ആൾക്കാരെ നിങ്ങൾക്ക് തടസ്സമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഒന്ന് നമ്മളെ അന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ആ സമയത്ത് ഞായറാഴ്ച ഇല്ല, നമ്മൾ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്, പക്ഷേ
അവിടെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ബസ് സ്റ്റാൻഡിൽ അവിടെ ഇരുന്ന് തൊട്ടടുത്ത് വന്ന ആൾക്കാരിരിക്കും. ഇരുന്നിട്ട് അവർ ബസ് സ്റ്റാൻഡിൽ വരുന്നൊരു എന്തെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. എനിക്കിത് അവിടെ പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഇത്ര മണിക്ക് അവിടെ എത്തുമെന്ന് ഈശ്വര, ഇങ്ങനെ പല ചിന്തകളിലൂടെ പോകുന്ന ആൾക്കാരാണ് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത്. അവർ നമ്മളെ നോക്കണമെന്നൊന്നുമില്ല. സത്യം. അത് നമ്മളുടെ മിടുക്ക് കൊണ്ടോ ഇല്ലെങ്കിൽ കഥാപാത്രത്തിൽ നിന്നതുകൊണ്ടോ എന്നല്ല. അവരെല്ലാം പല പിന്നെ കണ്ടാലും അവർ ഷൂട്ടിങ്ങാണ്, എന്തോ ഷൂട്ടിങ്, ശരി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സുരാജ് വെഞ്ഞാറ മൂഡിൽ തന്നെ ഒരു മൂഡുണ്ട്. അതല്ലേ പൊളി മൂടാ. പൊളി മൂഡ്. ഏതാ മൂഡ്? പൊളി മൂഡ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ എപ്പോഴാണ് സുരാജേട്ടന് ഏതാ മൂഡ്, പൊളി മൂഡ് എന്ന് പറയാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ. പൊളി മൂഡ് അല്ലേ? നല്ല സിനിമ കാണുമ്പോൾ, നല്ല കഥകൾ കേൾക്കുമ്പോൾ, പിന്നെ നല്ല കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, എല്ലാത്തിലും പൊളി മൂടാ. ഓക്കെ. ഒറ്റയ്ക്കിരിക്കുമ്പോഴോ? ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. അത് പൊളി മൂടാണ്. പൊളി മൂടാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കാമല്ലോ. ഇനി വെറുതെ അനാവശ്യമായിട്ട് പോയ കാര്യത്തിനെ കുറിച്ചോ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ഒരാളല്ല ഞാനങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിൽ ഹാപ്പിയായിട്ട് എത്രത്തോളം ഹാപ്പിയായിട്ട് പോകാൻ പറ്റും ഹാപ്പിയായിട്ട് പോവുക. വെറുതെ ഇരിക്കുന്നു, ഒരു പണിയും ഇല്ലാത്ത ഞാനിരിക്കും. അത് പൊളി മൂടാണോ? പൊളി മൂടല്ലേ. വെറുതെയൊക്കെ വല്ലപ്പോഴൊക്കെ എന്നും ഈ പണിക്ക് പോകരുതെന്നേ. നീ ഒരു 2 ദിവസം ലീവ് എടുത്തിട്ട് റാഫി വീട്ടിൽ എങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് നീ ഒന്നിരുന്ന് നോക്കിയേ. ഭയങ്കര പൊളി മൂടാണ്, പൊളി വൈബുമാണ് ഒറ്റയ്ക്കിരുന്ന്. എന്നാൽ ചോദിക്കൂ, അയ്യോ എനിക്കങ്ങനെ ഇന്ന് ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് തീരുമാനിക്കുക, സംസാരിക്കാതെ, ഒന്നും സംസാരിക്കാതെ വെറുതെ ഇരുന്ന് നോക്ക്, ഭയങ്കര രസമാണ്. ഇരിക്കാറുണ്ടായിരുന്നു. ഞാൻ ഇരിക്കും അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ. ഇനിയിപ്പോൾ ഇല്ലല്ലോ, വൈഫ് ഇനി പറയും അതേ മതി, ഇരുന്നത് മതിയില്ല. ഒരു ക്യാരക്ടറിന് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഈ തമിഴ് പടം ചെയ്തല്ലോ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു? കുറച്ച് സിനിമകൾ ഇട്ട് കണ്ട് ആ സ്ലാങ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ തമിഴ് സീരീസ് ഉണ്ടല്ലോ, വെബ് സീരീസ് ഉണ്ട്, പിന്നെ സീരിയൽസ് ഉണ്ട്. അതൊക്കെ ഇരുന്ന് കാണും സന്ധ്യയാകുമ്പോൾ ഫ്രീ ടൈമിന് ഇരുന്നിട്ട്. അവിടെ തമിഴ് ചാനൽ വയ്ക്കും. അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഈ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നത് ചില വാക്കുകളൊക്കെ കിട്ടും, അതൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അടിപൊളി. ഇഡിയിൽ റാപ്പ് സോങ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇഡിയിൽ 6 പാട്ടുണ്ട്. അതിൽ 2 ബിറ്റ് സോങ് ആയിട്ടും സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. 4 സോങ് ഫുള്ളായിട്ടുള്ളതുണ്ട്. മച്ചിന്മേലെ ഒറ്റയ്ക്ക നല്ല, അത് അങ്കിത് മേനോൻ പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ ആറാറായാലും പാട്ടുകളായാലും. റാപ്പ് സോങ് പാടിക്കുന്നത് തിരുമാലിയാണ്. തിരുമാലിയുടെ കൂടെ അഭിനയിക്കുന്ന സീനിലുണ്ടല്ലോ. അതെ, നല്ല മച്ചാന. വരികളൊക്കെ പഠിച്ചിട്ടാണോ? അയ്യോ, വരികളൊക്കെ അപാര വരികളല്ലേ. അതൊന്നും പഠിക്കാൻ നിന്നില്ല. ഇത് മാത്രം കിട്ടി, മച്ചിന്മേലെ അത് ലിപ്സിങ് ചെയ്ത അത്രേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് കയറുന്ന വഴിക്ക് എമ്പുരാനെ പറ്റി എന്തോ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഡബിങ് ചെയ്തെന്നോ? എമ്പുരാൻ ഇന്നലെ ഡബ് ചെയ്തിരുന്നു. ഇന്നലെ മെനിങ്ങാന്ന്. ഓക്കെ. അതെ, എമ്പുരാൻ മെനിങ്ങാന്ന് ഡബ് ചെയ്തിരുന്നു. ജംഗിൾ പൊളിയാ പൊളിച്ചേക്കുന്നത് ചെറുക്കൻ. പൃഥ്വി. സസ്പെൻസ് ഒന്നും ഞാൻ പുറത്തു വിടുന്നില്ല. കണ്ടിട്ട് എന്താ ജംഗിൾ പൊളിയാ പൊളിച്ചിരിക്കുന്നത്. ജംഗിൾ പൊളി പുതിയ പൊളിയാണ്, പുതിയ വാക്കാണല്ലോ ജംഗിൾ പൊളി. നമ്മുടെ പയ്യൻ പൃഥ്വി ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ്. ഒന്നുകൂടി പറയണം. ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ്. അത്തരം പൊളിയാണ് പൊളിച്ചേക്കുന്നത്. വാവ്, അടിപൊളി. അപ്പോൾ പടം ഫുള്ള് കഴിഞ്ഞാൽ അത് സുരാജേട്ടൻ്റെ പോർഷൻ മാത്രമേ കണ്ടുള്ളൂ? എൻ്റെ പോർഷനും പിന്നെ അങ്ങും ഇങ്ങും ഒക്കെ കണ്ടു. നോ രക്ഷ. ആണോ? എവിടേക്കായിരുന്നു സുരാജേട്ടൻ്റെ ക്യാരക്ടർ? അതൊന്നും പറയില്ല, അതൊക്കെ സർപ്രൈസാണ്. മാർച്ച് 27-ാം തീയതി അദ്ദേഹം പുലിമടയിൽ നിന്ന് വരും, അനൗൺസ് ചെയ്യും. പൃഥ്വി കൊള്ളാം. പൃഥ്വിയോട് പറഞ്ഞോ ഡബിങ് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ച? പുള്ളിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എന്താ? അവിടെ ഷൂട്ട് കിടക്കുകയാണ്, അതിൻ്റെ വരാൻ പറ്റില്ലെന്നാ, ഇവിടെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ. പൃഥ്വി എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരോ? ഡയറക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു മനുഷ്യനൊന്നുമല്ല, അതൊരു റോബോട്ടാ.
എല്ലാ കാര്യവും ചെയ്യുന്നത്. പിന്നെ അതൊരു റോബോട്ട് സെറ്റിങ്സ് ആണ്. പൃഥ്വി ആസ് എ ഡയറക്ടർ റോബോട്ട് എന്നാണ് റോബോട്ടാണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ ആക്ടർ പറയാ. അതെ. എന്തൊക്കെയാ ശ്രദ്ധിച്ച, എങ്ങനെയൊക്കെയാ പുള്ളി ആസ് എ ഡയറക്ടർ എങ്ങനെയൊക്കെയാ? എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണയുണ്ട്, എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഇപ്പോൾ ചില ഓരോരുത്തരുടെ സംവിധായകരുടെ ഓരോ രീതിയാണല്ലോ, വന്നിട്ട് ആ ലൊക്കേഷനുമായിട്ട് കണ്ട് അവിടെ ചെന്ന്. ഇതിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ പുള്ളി വരുന്നു. നല്ല ധാരണയുള്ളവർക്ക് അത് ഇവിടെ വെച്ചോ ടക്ക് 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 എടുക്കേണ്ട ഷോട്ട്സുകൾ മാത്രം. അത് എഡിറ്റ് ചെയ്താ പോകുന്നത്. അനാവശ്യമായിട്ട് ഒരു ഷോട്ട് എടുക്കുക ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ സീന് ദൈവമേ ഇതെന്തേത് ടക്ക് ടക്ക്. ഇത് കഴിഞ്ഞാൽ പുള്ളി ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ ആക്ടേഴ്സൊക്കെ സാധാരണ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമുക്ക് ലാഗാം. ആ ലാഗ് പോലും പുള്ളിയുടെ സെറ്റിൽ ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ വെച്ചോ റെഡി. അത്ര ഫാസ്റ്റിലാണ് ക്യാമറ. പാവം ക്യാമറമാൻ സുജിത്തൊക്കെ ഉണ്ടല്ലോ, പാവം ഓടും, ഇതിൻ്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത്ര ഫാസ്റ്റായിട്ട് സുജിത്തും കൂടെ പിടിച്ചത് വർക്ക് ചെയ്യാനും എല്ലാവരും ഫുൾ ക്രൂവും ഗംഭീര ക്രൂ. അത്രയും പ്രിപ്പയർഡാണ് ഡയറക്ടർ. അതാ ഞാൻ പറഞ്ഞത് റോബോട്ടാണ്. പൃഥ്വി അത് മനുഷ്യനൊന്നും അല്ലാന്നേ, റോബോട്ടാണ്. റോബോട്ട് സെറ്റിങ്സാ, അല്ലാതെ എന്താ പറയാ. അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നല്ലാതെ അങ്ങനെ ഷോട്ടുകൾ എടുക്കും പ്ലാൻ ചെയ്ത്. വെൽ പ്ലാൻഡ്. സൂപ്പർ. AI ആണോ? എങ്ങനെയാ അപ്പൊ വന്നിട്ട് ആക്ഷൻ കട്ട് പറയും, ക്യാമറ റോൾ ആക്ഷൻ കട്ട് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കട്ട് ഷോട്ട് ഓക്കെ ബ്രേക്ക്, കട്ട് ഷോട്ട് ഓക്കെ ബ്രേക്ക്. ഒന്നുമില്ല, പുള്ളി കഴിച്ചു പോകും, നമുക്ക് വേണമെങ്കിൽ കാണാം. പുള്ളി കട്ട് ഷോട്ട് ഓക്കെ സുജിത്ത് അടുത്തതാണ്, നേരെ അതിലേക്ക് പോവുക. റോബോട്ടിക്. സൂപ്പർ. യെസ്. താങ്ക് യു സുരേട്ടാ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു ഡിയർ. ED വരട്ടെ. അതെ, വരട്ടെ.